Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണം അപകടക്കെണിയാകുന്നു. ദുരിതത്തിലായി യാത്രക്കാർ. മങ്ങാട് പുതുരുത്തി പാതയിൽ പുതുരുത്തി പാടത്തിന് സമീപമാണ് പാതയിലെ വെള്ളച്ചാലിനോട് ചേർന്ന് റോഡ് ടാറിംഗ് നടത്തിയത്. കാനയുണ്ടെന്ന് അറിയാത്തത് മൂലം നിരവധി അപകടങ്ങളാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. കൂടാതെ റോഡിന് കുറുകെ പോകുന്ന തകർന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയും റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മൂലം നിരവധി വാഹനങ്ങളാണ് വൈദ്യുതി പോസ്റ്റിലിടിച്ചും അപകടങ്ങൾ സംഭവിക്കുന്നത്. അപകട പരമ്പരയെ തുടർന്ന് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ചെയ്യാതെ മനുഷ്യജീവന് വില നൽകാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ ധാർഷ്ട്യ നടപടിയാണിതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇതിൽ പോകുന്ന സഞ്ചരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷയില്ലാത്ത രീതിയിലാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ തൊട്ടരികിൽ തന്നെ വലിയൊരു കാന നിൽക്കുന്നു. കാനയും റോഡും തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ട അധികാരികളെ, ആക്സി ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിളിച്ച് ഇതിൻ്റെ അപകടകരമായ സ്ഥിതിവിശേഷം സൂചിപ്പിച്ചിരുന്നു. വലിയ രീതിയിലുള്ള സ്പീഡിലാണ് ഈ വഴി കൂടെ വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണി ഈ ഒരു പുതുരുത്തി സെൻറ്റർ വരെ പണി, മങ്ങാട് നിന്ന് പുതുരുത്തി സെൻറ്റർ വരെ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ സ്പീഡിലാണ് ഈ വഴി കൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൃത്യമായ ഒരു ഡിവൈഡർ വയ്ക്കാതെ ഈ റോഡ് പണി പൂർത്തീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി വലിയൊരു അപകട സാധ്യത ഇവിടെ നിലനിൽക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. ഭാഗ്യവശാൽ അയാൾക്ക് അപായമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത് പരിഹരിക്കപ്പെടുന്ന ആളുകളാണ് വെള്ളത്തുഴയല്ലേ, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. ഇത് വന്ന് ബന്ധപ്പെട്ട എയും അതുപോലെ തന്നെ എക്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കാൻ പോലും അവർ സമയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. ഇതുകൊണ്ട് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് യാത്ര ചെയ്താൽ ഇത് ഏകദേശം ഒരു 200-250 മീറ്റർ ഈ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു പാലമുണ്ട്. ആ പാലത്തെ കൈവരി തകർത്ത് തരിപ്പണമായി പോയി. തൊട്ടപ്പുറത്ത് തോടാണ്. ആ തോടിലേക്ക് ഏത് സമയത്തും വണ്ടികൾ വരാവുന്ന പതിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ശ്രദ്ധ ഈ പ്രദേശത്തെ ആളുകളിലെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. ഇതേ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് പൊതുമരാമത്ത് ചെയ്യേണ്ടത്. അതിനു പകരം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒന്നും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ കാമ്പുണ്ടോ, അതിൽ കഴമ്പുണ്ടോ, ഈ പരാതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും കാണിക്കുന്ന സന്മനസ്യം അവരുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളത് ഇത്രയും നിരുത്തരവാദപരമായി ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ്, അതിൻ്റെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. വലിയ രീതിയിലുള്ള ഞങ്ങൾ അങ്ങനെ റോഡുകൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വീമ്പടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണക്കാരായ ആളുകൾ യാത്ര ചെയ്യുന്ന ഏറ്റവും തിരക്കുള്ള റോഡായിട്ട് ഈ റോഡ് മാറിയിരിക്കുക. കാരണം തമിഴിലേക്കും മലപ്പുറത്തേക്കും പാലക്കാട്ടേക്കും പോകാവുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നിരവധിയായ ആംബുലൻസുകൾ ഈ വഴി കൂടെ സഞ്ചരിക്കുന്നു. നിരവധിയായ ആംബുലൻസുകൾ. ഇതൊക്കെ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ട് ഇവർക്ക് അറിയാവുന്ന, കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യം. ഇങ്ങനെ ഇത്രയും മോശമായ ഒരു ഡിപ്പാർട്ട്മെന്റായി PWD അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ് എന്ന് കരുതിയ സംശയമില്ല. എന്തായാലും നിങ്ങൾ ശ്രദ്ധയിൽ ഇത് പെടുത്തണം. ഇതിന് അടിയന്തരമായ പരിഹാരമുണ്ടാവണം. പരിഹാരമുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇത് ഒരു ഡിവൈഡർ വെച്ചുകൊണ്ട് ഇതിനെ മാറ്റം, ഇതിന് സ്ലാബ് ഇട്ട് ഇവിടെ വീതി കൂട്ടി ഡിവൈഡർ വെച്ച് ഈ പ്രദേശത്തെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ആളുകൾക്ക് പോലും നടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. ഭയത്തോടു കൂടിയാണ് പോകുന്നത്. ഉള്ള ഭാഗം മുഴുവൻ റോഡാണ് പറഞ്ഞിട്ടാ, എല്ലാ ഭാഗവും റോഡാണ്.
അതിനുശേഷം പിന്നെ കാനയാണ്. എവിടെയാണ് ആളുകൾ നടന്നു പോവുക? ടി വി ന്യൂസ് പുതുരുത്തി.